സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട 30 പേരും എത്താത്തതിനാൽ RTO ഉദ്യോഗസ്ഥർ മടങ്ങി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴുക്ക റോഡ് 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ, മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പോയി, നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന് ഇവർക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു, ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നിലപാട്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി. 35-36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. കൊന്നുകൊണ്ടിരുന്ന 6 പേരെ 5 പേര് 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്നത് 0 ആണ് എന്ന് മനസ്സിലാക്കണം. മരണം 0 ആയി. കാസർകോട്ട് ഈ മാസം 24-ാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ റദ്ദാക്കി. കോവിഡ് വ്യാപനം കാരണം എന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചത്. അഖിൽ ഷാ ആൻസർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇതിൽ പല നിർദ്ദേശങ്ങളുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നവീകരണം, അതുപോലെ ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ച്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതെന്താണ് ഈ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് എന്താണ്? ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? സർക്കാർ ഇതിൽ പിന്നോട്ടില്ല, മന്ത്രി പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അനുജ, ഈ CITUവിൻ്റെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്കും ഒക്കെ ഏതാണ്ട് ഒരേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ. അതായത് ഈ പുതുതായി കൊണ്ടുവന്ന സർക്കുലർ അത് ഒരു തരത്തിലും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ 2 കൂട്ടരും പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ സർക്കുലറിൽ ഏറ്റവും പ്രധാനമായുള്ള കാര്യം ഈ ഗ്രൗണ്ടുകളൊക്കെ ആധുനിക രീതിയിൽ സജ്ജമാക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഗ്രൗണ്ടുകളൊന്നും അത്തരത്തിൽ സജ്ജമാക്കിയിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഇത് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന് തന്നെ ഇത് ആധുനിക രീതിയിലേക്ക് മാറണം. പക്ഷേ അത് വലിയ ചിലവ് ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യാൻ അവരെ കൊണ്ട് അവരുടെ സാമ്പത്തിക ശേഷി അതിനെ അനുവദിക്കുന്നില്ല. അത് പകരം സർക്കാർ തന്നെ അത് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം CITUവും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും മറ്റ് സംഘടനകളും ഒക്കെ പറയുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം, ഈ 15 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ ടെസ്റ്റിന് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ കേരളത്തിൽ ആകെയുള്ള മുഴുവനുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് 15 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ ഈ കാലാവധി കഴിഞ്ഞ വണ്ടികളാണ്. അത് ഇത്തരത്തിൽ പുതിയ വണ്ടികളിലേക്ക് മാറ്റുമ്പോൾ അത് വലിയ ചിലവ്, വലിയ നഷ്ടം ഇവർക്കുണ്ടാവും എന്നുള്ള കാര്യവും പറയുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് ഒരേ നിലപാടിലാണ് ഈ മുന്നണി ഈ പാർട്ടികളുമൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് സംസ്ഥാനത്താകെ കണ്ടത്. അത് ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം, വിവിധ സംഘടനകൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരൊക്കെ ചേർന്നുള്ള ഒരു പ്രതിഷേധമാണ് കണ്ടത്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് പറയുന്നു. ഈ സർക്കുലർ എന്ന് പിൻവലിക്കുന്നു അന്ന് വരെ ഈ പ്രതിഷേധങ്ങൾ തുടരും. അതിൽ നാളെയും നാളെയും മറ്റന്നാളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടുകളിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും എത്തി ഇതിന്റെ ബഹിഷ്കരണം തുടരുമെന്നുള്ള കാര്യമാണ് സംയുക്ത സമരസമിതിയും പറയുന്നത്. അനുജ.